എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ വെരിഫിക്കേഷൻ ഡാറ്റ നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു വെരിഫിക്കേഷൻ ഡാറ്റ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള റിമാർക്സ് എന്തൊക്കെയാണ് അത് ആഡ് ചെയ്യാനും അതുപോലെ നിലവിൽ LBS സെൻറ്റർ കണ്ടുപിടിച്ച ആ ഒരു റിമാർക്സുകൾക്ക് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുക. വിദ്യാർത്ഥികൾ ഇതുവരെ ആ ഒരു കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷയൊക്കെ ഉടൻ തന്നെ, അതായത് അപേക്ഷയില്ല ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പരിശോധിച്ച് നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തൊക്കെ തെറ്റുകളാണ് ഉള്ളത് അത് കറക്റ്റായിട്ട് പരിഹരിച്ച് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. നിങ്ങൾ എന്തെങ്കിലും എറേഴ്സ് കണ്ടെത്തി, അതായത് നിങ്ങളുടെ മാർക്കിലുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ ആക്സെപ്റ്റഡ് ഡാറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിമാർക്സ് ഇഫ് എനി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഈ ഒരു റിമാർക്സ് ഇഫ് എനി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റിമാർക്സ് ഇഫ് എനി എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്കല്ല, ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഒരു ബോക്സ് കാണാം. അതിൽ നിങ്ങളുടെ റിമാർക്സ് എന്താണ് അത് നൽകിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക. അതിനുശേഷം റിമാർക്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ലിങ്ക് കൂടി വരും. അതിൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സംബന്ധിച്ചുള്ള എന്ത് തരത്തിലുള്ള റിമാർക്സുകളായാലും, അതായത് എന്ത് തരത്തിലുള്ള പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള തെറ്റുകൾ പരിഹരിക്കാനായിട്ടാലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അവസരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫിഷർമാൻ രജിസ്ട്രേഷൻ, അതായത് രജിസ്ട്രേഷൻ ഉള്ളവരുടെ മക്കൾ ആണെങ്കിൽ ആ ഒരു ഫിഷറീസ് ഓഫീസറുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫീ കൺസെഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിമാർക്സിൽ എന്താണ് റിമാർക്സ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ കേരളത്തിലാണ് ജനിച്ചത് എന്ന് തെളിയിക്കാനായിട്ട് SSLC സർട്ടിഫിക്കറ്റിൽ കേരളത്തിലെ ആ ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നിങ്ങളുടെ ജന്മസ്ഥലം കേരളം ആണെന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയോ ഈ ഒരു SSLC അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ടിൽ ജന്മസ്ഥലം കേരളത്തിലെ ജന്മസ്ഥലം രേഖപ്പെടുത്തിയുള്ള സ്ഥലം എന്നിവയോടൊപ്പം തന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി കൂടി ഒരു PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു അപേക്ഷയിലെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ളതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ആപ്ലിക്കേഷൻ കൺഫർമേഷൻ ചെയ്യണോ എന്നുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂലൈ 6, 7 തീയതികളായിട്ടാണ് ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത്. ഈ നേരത്തെ അപേക്ഷ നൽകുകയും, അതായത് നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ അപേക്ഷ നൽകുകയും രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും, എന്നാൽ ബാക്കി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനും അതുപോലെ മറ്റ് ഡീറ്റെയിൽസ് നൽകാനുള്ള ആ ഒരു ഭാഗത്തുള്ള ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ് കൺഫർമേഷൻ ചെയ്യേണ്ടത്. എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കൺഫർമേഷൻ ചെയ്യേണ്ടത് നിർബന്ധമല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.